മലയാളത്തിന്റെ മോഹൻലാലുമായി പിണറായി വിജയന്റെ സുദീർഘ അഭിമുഖം. ഇന്നോളം പറയാത്ത ജീവിതാനുഭവങ്ങളും കാഴ്ചപ്പാടുകളും മഹാനടനുമായി മുഖ്യമന്ത്രി പങ്കുവച്ചു. മോഹൻലാലിന്റെ പാട്ടോടുകൂടിയാണ് അഭിമുഖം ആരംഭിച്ചത്. ആ പാട്ട് കേൾക്കാം. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാം എൻ കേരളം. വിമർശനങ്ങളെ നേരിടുന്നത് എങ്ങനെയെന്ന് മോഹൻലാലിനോട് മുഖ്യമന്ത്രി മനസ്സ് തുറന്നു. തന്നെപ്പറ്റി വരുന്ന വാർത്തകളിൽ വ്യാകുലപ്പെടാറില്ല, എതിർപ്പുയർത്തുന്നവരോട് ഈർഷ്യയുമില്ല. താൻ ജീവിക്കുന്നത് പാർട്ടിക്ക് കീഴ്പ്പെട്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. കനൽ പാതകളിലൂടെ നടന്ന വിപ്ലവകാലവും മുഖ്യമന്ത്രി ഓർത്തെടുത്തു. അടിയന്തരാവസ്ഥ കാലത്തെ ലോക്കപ്പ് മർദ്ദനമേറ്റ് ചോര പുരണ്ട ഷർട്ട് ഏറെ നാൾ സൂക്ഷിച്ചിരുന്നു. മർദ്ദനമേറ്റ് തൊലി പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പൊ എന്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട്. ഏറ്റവും ഇഷ്ടമുള്ള മോഹൻലാൽ കഥാപാത്രം ഏതെന്ന് ചോദിച്ചപ്പോൾ അമൃതം ഗമയയിലേത് എന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഡോക്ടർ പി.കെ. ഹരിദാസ് സാമൂഹിക പ്രതിബദ്ധതയുള്ള കഥാപാത്രം. രജനീകാന്തിന്റെ ആക്ഷൻ സിനിമകളോട് ഏറെ പ്രിയമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. അപ്പൊ ആ കാലത്ത് അതില് ധാരാളം രജനി പടങ്ങള് വരാറുണ്ട്. ആക്ഷൻ പടങ്ങൾ. പൊതുവിൽ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങയുടെ ആക്ഷൻ പടങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും. എന്തായാലും ഈ ഒരു അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ മഹേഷിലേക്ക് കൂടി പോകാം. മഹേഷ്, എന്തായാലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ടു പേരാണ് ഒരു ഫ്രെയിമിൽ വന്നത്. കഴിഞ്ഞ ദിവസം ഈ ഒരു ടീസർ വന്നത് മുതൽ എല്ലാവരും വലിയ കാത്തിരിപ്പിലായിരുന്നു അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം കാണുവാനായി. കൃത്യം 6 മണിക്ക് തന്നെ എല്ലാവരും ഈ ഒരു അഭിമുഖം കാണാനായി കാത്തിരുന്നു. അതിലേക്ക് എത്തുകയും ചെയ്തു. ഈ 1 മണിക്കൂർ നേരം ഒരുപാട് കാര്യങ്ങളാണ് രണ്ടുപേരും സംസാരിച്ചത്. ഒന്ന് എടുത്തു പറയാൻ മാത്രമില്ലാത്ത തരത്തിലുള്ള വിഷയങ്ങൾ, വളരെ പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങൾ, അതുപോലെ തന്നെ സരസമായിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങൾ. മോഹൻലാലിന്റെ പാട്ടോടുകൂടി തുടങ്ങിയ ഈ ഒരു അഭിമുഖം അത്ര കണ്ടന്റ് റിച്ച് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും ഏറെ എടുത്തു പറയാൻ ഉള്ളത് എന്ന് പറയുന്നത് തന്നെ വിട്ടുപിരിഞ്ഞു പോയ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് ഭയങ്കര വിഷമം ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വീക്ക്നെസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ കുറിച്ചുള്ള കാര്യം പറയുന്നു. അതിന്റെ പഴയൊരു ഓർമ്മയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ 1 മണിക്കൂർ അഭിമുഖത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി മനസ്സ് തുറന്നത്, എത്രമാത്രം രസകരവും അതുപോലെ തന്നെ കാണാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു അഭിമുഖമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നത്. സ്വാതി, മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള 1 മണിക്കൂർ നേരം നീണ്ട അഭിമുഖമാണ് ഇപ്പോൾ സംപ്രേഷണം ചെയ്തിരിക്കുന്നത് ന്യൂസ് മലയാളം അടക്കമുള്ള ചാനലുകൾ. ഈ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ തുറന്നു സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വളരെ അനായാസം മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ മോഹൻലാലിന് കഴിയുന്നുമുണ്ട്. അതിൻ്റെ കാരണം മോഹൻലാൽ ആദ്യം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. 30 വർഷത്തിലധികമായ വ്യക്തിബന്ധം തനിക്ക് പിണറായി വിജയനുമായി ഉണ്ട് എന്ന് മോഹൻലാൽ വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത്ര കാലം നീണ്ട ബന്ധത്തിൽ ഇത്രയും കാലവും ഈ മുഖ്യമന്ത്രി ആയ കാലം വരെയുള്ള കാലയളവ് വരെയും ഒരേപോലെ തന്നെ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പിണറായി വിജയന്. അത് എങ്ങനെയാണ് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹത്തെ ക്രൂരമർദ്ദനത്തെക്കുറിച്ചുണ്ടായിരുന്നു, ബാല്യകാലത്തെക്കുറിച്ച്, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലത്തെക്കുറിച്ചുണ്ടായിരുന്നു. 14ാമത്തെ മകനായി ജനിച്ച അമ്മയുടെ 14ാമത്തെ മകനായി ജനിക്കുമ്പോൾ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട വേദനയെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂതപ്രതാദികളെയൊക്കെ ഭയമുണ്ടായിരുന്ന ആ കുട്ടിക്കാലത്ത് നിന്ന് ഇപ്പോൾ പാർട്ടിയെ മാത്രമാണ് തനിക്ക് ഭയമെന്ന് മുഖ്യമന്ത്രി
പിണറായി വിജയൻ വെളിപ്പെടുത്തുന്ന വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വളരെയധികം സിനിമകളെക്കുറിച്ച്, രജനീകാന്തിൻ്റെ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, സ്റ്റണ്ട് സിനിമകൾ ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് ആ അഭിമുഖത്തിൽ കാണാൻ കഴിയും. അമൃതം ഗമ എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഹരിദാസ് എന്ന ഡോക്ടർ തൻ്റെ ഒരു മാതൃകയായി മാറുന്ന, അതായത് ഒരു കാലത്ത് കോളേജ് പഠനകാലത്ത് റാഗിങ്ങിന് നേതൃത്വം നൽകി പിന്നീട് ഒരു ജനകീയ ഡോക്ടറായി മാറുന്ന ഒരു കഥ, അത് MTയുടെ ആ കഥ സിനിമയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട് സിനിമകൾ കാണുന്നു. മോനെ ദിനേശ എന്ന് വിളിക്കുന്ന മോഹൻലാലിൻ്റെ മറ്റ് ഈ നാടോടിക്കാരൻ്റെയും പട്ടമേഷത്തിൻ്റെയും കഥാപാത്രങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെയും സംവദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അത്തരത്തിലേക്ക് സമകാലീന രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും വിമർശനങ്ങളെക്കുറിച്ച്, വിവാദങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അതിലൊക്കെ ഒന്ന് തട്ടി പരാമർശിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പോയത്. വിവാദമായി പോയ സിംഗപ്പൂർ യാത്രയെക്കുറിച്ച് താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്രയാണ്, പക്ഷേ ആ യാത്രയെക്കുറിച്ച് വരെ ഉണ്ടായ കാര്യങ്ങൾ, കമല ഇന്റർനാഷണലിനെ കുറിച്ച് ഉണ്ടായ കെട്ടുകഥകൾ അടക്കം ഒത്തിരി കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ പ്രത്യക്ഷമായി പറഞ്ഞല്ലെങ്കിൽ പോലും പരോക്ഷമായി തന്നെ തനിക്കെതിരെ ഉയർന്ന കാര്യങ്ങൾ മറുപടി കൂടി പറഞ്ഞാണ് അദ്ദേഹം പോയത്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെക്കുറിച്ച് പറഞ്ഞു, തൻ്റെ ബാലിക അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ നേരിട്ട് ഗുണപാഠങ്ങൾ സ്വീകരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിയും മലയാളത്തിൻ്റെ മഹാനടനും കൂടിയുള്ള ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ, അത് ഒറ്റ കാഴ്ച തന്നെ തുടർച്ചയായിരുന്നു കാണാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു. അത് നമുക്ക് അത്തരത്തിലേക്ക് ആസ്വാദകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി തീർന്നൊരു അഭിമുഖമാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. സ്വാതി.